അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിലയിൽ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. BC 606 മുതൽ BC 538 വരെ ലോകത്തിലുണ്ടായിരുന്ന നെബൂഖദ്നേസർ രാജാവ് ഭരിച്ചതായിരിക്കുന്ന ഈ ബാബിലോൺ സാമ്രാജ്യത്തെ സംബന്ധിച്ച് ക്രിസ്തുവിന് മുൻപ് ഏതാണ്ട് 480 വർഷത്തിനപ്പുറം ജീവിച്ചിരുന്ന ചരിത്രത്തിന്റെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന ഹെറോഡോട്ടസ് എന്ന് പറയുന്ന ചരിത്രകാരൻ ഈ ബാബിലോൺ സാമ്രാജ്യത്തെ പറ്റി അല്ലെങ്കിൽ ബാബിലോൺ പട്ടണത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു ലഘു വിവരണം ഞാൻ ഒന്ന് പെട്ടെന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആ രീതിയിൽ അത് നിങ്ങളൊരു നോട്ട് ചെയ്താൽ അത് വളരെ പ്രയോജനമുള്ള കാര്യമാണ്. ഞാൻ ആ പട്ടണത്തെ സംബന്ധിച്ച് ഓർപ്പിക്കാം. ഒരു സമചതുര പട്ടണമായി 60 മൈൽ വിസ്താരമുള്ള അല്ലെങ്കിൽ ചുറ്റളവുള്ള ഒരു പട്ടണമായിട്ടാണ് നെബൂഖദ്നേസർ രാജാവ് ഈ ബാബിലോൺ പട്ടണത്തെ പണിയുവാനിടയായത്. ഈ പട്ടണത്തിന്റെ ചുറ്റിലുമായിട്ട് ഏതാണ്ട് 87 അടി വീതിയും ഏതാണ്ട് 100 അടി ഉയരവുമുള്ളതായ ഒരു വലിയ മതിൽ ഈ പട്ടണത്തിന്റെ ചുറ്റിലും നെബൂഖദ്നേസർ രാജാവ് പണിത് ഉയർത്തുവാനായിട്ട് ഇടയായി. അപ്പൊ എത്ര അടിയാണ് വീതി? 87 അടിയാണ് വീതി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് 6 രഥങ്ങൾ ഒരേ നിരയിൽ സഞ്ചരിക്കത്തക്ക നിലയിൽ ഈ മതിലിന്റെ മുകളിൽ അത്ര വീതിയുള്ള ഒരു മതിലായിട്ടാണ് ഇതിന്റെ ചുറ്റിലുമായിട്ട് പണിയുവാനായിട്ടിടയായത്. മാത്രമല്ല മതിലിന്റെ വെളിയിൽ വലിയ കിടങ്ങ് കുഴിച്ചിട്ട് ആ കിടങ്ങിൽ യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം നിറച്ചിരുന്നു. എന്തിനാണ് ഇത് താൻ ചെയ്തതെന്ന് ചോദിച്ചാൽ, വെളിയിൽ നിന്ന് പട്ടണത്തെ ആക്രമിക്കുവാൻ വരുന്നതായ ശത്രുക്കൾക്ക് ഒരു കാരണവശാലും പട്ടണത്തിനകത്ത് കയറുവാൻ കഴിയാതിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ താന് ചെയ്യുവാനായിട്ട് ഇടയായത്. ഇനി അടുത്തതായിട്ട് നാം ശ്രദ്ധിച്ചാൽ, പട്ടണത്തിനകത്ത് ഏതാണ്ട് 25ഓളം തൂക്കുവനങ്ങൾ, ഹാങ്ങിങ് ഗാർഡൻ രാജാവ് പണിയുവാനായിട്ടിടയായി. 25 തൂക്കുവനങ്ങൾ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, യൂഫ്രട്ടീസ് നദി പട്ടണത്തിൽ കൂടെ നടുവേ ഒഴുകി ഈ പട്ടണത്തെ രണ്ടായിട്ട് വിഭാഗിച്ചിരുന്നു. അല്ലെങ്കിൽ ഈ പട്ടണത്തിന്റെ നടുവിൽ കൂടെ യൂഫ്രട്ടീസ് നദി ഒഴുകുവാനായിട്ട് ഇടയായി. ഈ യൂഫ്രട്ടീസ് നദിയുടെ ഇരുകരകളിലുമായിട്ടാണ്
ഈ പട്ടണം സ്ഥിതി ചെയ്തിരുന്നത്. പട്ടണത്തിൽ നിന്ന് യൂഫ്രട്ടീസ് നദിയിലേക്ക് ഇറങ്ങുവാൻ തക്ക സ്റ്റെപ്പുകൾ നദിയിലേക്ക് രാജാവ് പണിത് ഉണ്ടാക്കുവാനായിട്ടിടയായി. മാത്രമല്ല, യൂഫ്രട്ടീസ് നദിയിലേക്ക് പണിതിരിക്കുന്നതായ ഈ സ്റ്റെപ്പുകളുടെ ഓരോ ഭാഗത്തും പിച്ചള കൊണ്ട് ഗേറ്റ് ഉണ്ടാക്കി താനെ വാതിലുകൾ പിടിപ്പിക്കുവാനായിട്ടിടയായി. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ പട്ടണത്തെ പണിത് തീർത്തതെന്ന് ഇതിൽ നിന്നെല്ലാം നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും. സൂര്യ ഉദയത്തിലും സൂര്യാസ്തമനത്തിലും ഈ വാതിലുകൾ, പിച്ചള കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന ഈ വാതിലുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ തീജ്വാല പോലെ തോന്നത്തക്ക രീതിയിൽ അതിൻ്റെ പ്രകാശം അവിടെ കാണുവാനായിട്ട് സാധിച്ചിരുന്നു. അടുത്തതായിട്ട് നാം ചിന്തിച്ചാൽ, യൂഫ്രട്ടീസ് നദി ഈ പട്ടണത്തിന് നടുവിൽ കൂടെ ഒഴുകുന്നുവെന്ന് ഞാൻ ഓർപ്പിച്ചു. അങ്ങനെ പട്ടണത്തിന് നടുവിൽ കൂടെ നദി ഒഴുകുമ്പോൾ തന്നെ യൂഫ്രട്ടീസ് നദിയുടെ മുകളിൽ കൂടെ വലിയ ഒരു പാലം പണിത ശേഷം പട്ടണത്തെ തമ്മിൽ യോജിപ്പിച്ചതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ യൂഫ്രട്ടീസ് നദിയുടെ മുകളിൽ കൂടെ പണിതതായിരിക്കുന്ന പാലത്തിന്റെ രണ്ട് അറ്റങ്ങളിലും ഓരോ വലിയ കൊട്ടാരങ്ങൾ പണിതതായിട്ട് കാണുവാൻ കഴിയും. ഇനി പാലത്തിന്റെ രണ്ട് അറ്റങ്ങളിലുമുള്ളതായിരിക്കുന്ന ഈ കൊട്ടാരങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നതിന് വേണ്ടി യൂഫ്രട്ടീസ് നദിയുടെ അടിയിൽ കൂടെ തുരങ്കം ഉണ്ടാക്കി പട്ടണത്തെ തമ്മിൽ യോജിപ്പിച്ചതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഈ തുരങ്കം പിച്ചള തകിടിനാൽ ഉണ്ടാക്കുകയും താൻ ചെയ്തു. ആ തുരങ്കത്തിൽ അനേക വിരുന്നുമുറികളും തീർത്തതായിട്ടാണ് ഈ ചരിത്രകാരൻ പ്രസ്താവിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, പട്ടണത്തിനകത്ത് ഏതാണ്ട് 25 തൂക്കുവനങ്ങൾ. അത് പൗരാണിക ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമായിരുന്നുവെന്ന് നാം ഒരുപക്ഷെ ചരിത്രത്തിൽ പഠിച്ചത് ഈ അവസരത്തിൽ ഓർക്കുന്നുണ്ടായിരിക്കും.
ആ 25 തൂക്കുവനങ്ങൾ പട്ടണത്തിനുള്ളിൽ വളരെ ഉയർന്ന നിലയിലാണ് ദൂരെ നിന്ന് കാണപ്പെടുവാനിടയായത്. അങ്ങനെ ദൂരെ നിന്ന് ഒരാൾ ഈ തൂക്കുവനങ്ങളെ വീക്ഷിച്ചാൽ വലിയ ഒരു പർവ്വത നിരയായിട്ടാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ അതിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. വനങ്ങൾ നിറഞ്ഞതായ പർവ്വതമായിട്ടാണ് അതിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തിനായിരിക്കാം താൻ ഈ തൂക്കുവനങ്ങൾ പട്ടണത്തിനുള്ളിൽ നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ ഭാര്യ, അതായത് നെബൂഖദ്നേസർ രാജാവിന്റെ ഭാര്യ മേദ്യ ദേശക്കാരി ആയതുകൊണ്ട്, മേദ്യ എന്ന് പറയുന്നതായ ദേശം വന നിബിഡമായിരിക്കുന്ന ഒരു ദേശമാണ്. അപ്പോൾ തന്റെ ഭാര്യയെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ദേശമായ മേദ്യ ദേശം വനനിബിഡീകൃതമായിരിക്കുന്ന ദേശമായതുകൊണ്ട് അവളെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ തൂക്കുവനങ്ങൾ പട്ടണത്തിനുള്ളിൽ ഏതാണ്ട് 25 എണ്ണം താനെ പണിതുയർത്തുവാനായിട്ട് ഇടയായി. ആ കാലത്ത് ഈ പട്ടണം ലോകത്തിലെ ഏറ്റവും വലിയ മനോഹരമായ ഒരു പട്ടണമായിട്ടാണ് സ്ഥിതി ചെയ്തിരുന്നത്. അതുപോലെ ഞാൻ ഓർപ്പിച്ചല്ലോ, യൂഫ്രട്ടീസ് നദി ഈ പട്ടണത്തിന് നടുവിൽ കൂടെ ഒഴുകി 2 ഭാഗങ്ങളായി പട്ടണത്തെ വേർതിരിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ഇരുകരയിലുള്ളതായിരിക്കുന്ന പട്ടണങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു വലിയ പാലം ഉണ്ടായിരുന്നുവെന്നും ആ പാലത്തിന്റെ 2 ഭാഗത്തും വലിയ കൊട്ടാരങ്ങൾ താന് പണിതിരുന്നെന്നും ഓർപ്പിക്കുവാനിടയായതാണ്. എന്നാൽ ഈ 2 കൊട്ടാരങ്ങളിൽ ഒരു കൊട്ടാരത്തിന്റെ അടുത്ത് ബാലിന്റെ എന്ന് പറഞ്ഞാൽ അവർ സേവിക്കുന്ന ദേവനായ ബാലിന്റെ ഒരു വലിയ ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ട് ചരിത്ര പിതാവ് ഓർപ്പിക്കുന്നുണ്ട്. ആ ക്ഷേത്രം എന്ന് പറയുമ്പോൾ 75 അടി വീതം ഉയരമുള്ള 8 ഗോപുരങ്ങളാണ് ഒന്നിന്റെ മേൽ ഒന്നായിട്ട് ഉയർത്തി പണിതിരുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലാണ് ബാലിന്റെ ക്ഷേത്രം പണിതു വെച്ചിരുന്നത്. ആ ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുവാനായിട്ട് ഈ ഗോപുരത്തിന്റെ വെളിയിൽ കൂടെ, അതായത് ഗോവണിപ്പടികൾ പിടിപ്പിച്ചിരുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ആ ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഉപകരണങ്ങളും പാത്രങ്ങളൊക്കെ വളരെ വിലപിടിപ്പുള്ള പാത്രങ്ങളായിരുന്നു, ഉപകരണങ്ങളായിരുന്നു എന്നും മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഈ ലഘു വിശദീകരണത്തിൽ നിന്ന്
നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് BC 606 ഈ കാര്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം ഭംഗിയുള്ള, ശോഭയുള്ള, വളരെ കൃത്രിമമായി പണിത ഒരു പട്ടണത്തെയും അതിൻ്റെ പണികളെ സംബന്ധിച്ചുമാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ബിംബത്തിന്റെ ഒന്നാം ഭാഗമായിരിക്കുന്ന തല അതിനെ തങ്കത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഈ അവസരത്തിൽ നാം മനസ്സിലാക്കണം. അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത് ബാബിലോണിനെ സംബന്ധിക്കുന്നതായ ചില പേരുകൾ അല്ലെങ്കിൽ നാമങ്ങൾ വിശുദ്ധ ബൈബിളിൽ കാണുവാൻ കഴിയും. ബാബിലോണിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന വിവിധ നാമങ്ങൾ അതെന്തൊക്കെയാണെന്ന് പറയാം. ഈ ബാബിലോണിന് കൊടുത്തിരിക്കുന്നതായ ഒരു പേരാണ് പൊൻപാനപാത്രം. യിരെമ്യാവ് 51:7 വാക്യം. യിരെമ്യാവ് 51:7 ബാബിലോണിന് എന്തോ പേരാ കൊടുത്തിരിക്കുന്നത്? പൊൻപാനപാത്രം. പൊൻപാനപാത്രം. അടുത്തത് സ്വർണ്ണനഗരം. യെശയ്യാവ് 14:4. യെശയ്യാവ് 14:4 എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വർണ്ണനഗരം. അടുത്തത് പ്രബലപ്പെട്ട വൃക്ഷം. അത് ദാനിയേൽ പ്രവചനത്തിൽ തന്നെയാണ്. ദാനിയേൽ 4:20-21 വാക്യങ്ങൾ. ബാബിലോണിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പേര് സിംഹം എന്നാണ്. സിംഹം. അതും ദാനിയേൽ 7:4 പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോ എന്തൊക്കെ പേരാണ്? പൊൻപാനപാത്രം, സ്വർണ്ണ നഗരം, പ്രബലപ്പെട്ട വൃക്ഷം, സിംഹം. അതുപോലെ തന്നെ ആ ബിംബത്തോടുള്ള ബന്ധത്തിൽ തങ്കം എന്നും കാണുവാൻ കഴിയും. ദാനിയേൽ 2:38. ഇനി ബാബിലോൺ സാമ്രാജ്യം ഭരിച്ചതായ രാജാക്കന്മാരുടെ പേരുകൾ ഞാൻ പറയാം. BC 606 മുതൽ BC 538 വരെ ഉണ്ടായിരുന്ന ബാബിലോൺ സാമ്രാജ്യത്തെ ഭരിച്ചിരുന്നതായ ചക്രവർത്തിമാരുടെ പേരുകൾ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ പേരുകൾ. അത് വളരെ ശ്രദ്ധിച്ചെഴുതണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. അത്ര അങ്ങനെയുള്ള ചില പേരുകളാണ്. ഒന്നാമത്തെ ചക്രവർത്തിയാണ് ആര്? നെബുക്കദ്നേസർ. നെബുക്കദ്നേസർ. രണ്ടാമത്തെ രാജാവിന്റെ പേര് പറയാം. രണ്ടാമത്തെ രാജാവിന്റെ പേര് ഏവിൽ മോരേദേക്ക്. ഏവിൽ മോരേദേക്ക്. ഏവിൽ മോരേദേക്ക് രണ്ടാമത്തെ രാജാവാണ്.
ഇനി മൂന്നാമത്തെ രാജാവിന്റെ പേര് നെരിഗ്ലിസാർ. നെരിഗ്ലിസാർ. എന്തുവാ? നെരിഗ്ലിസാർ. നാലാമത്തെ രാജാവിന്റെ പേര് നെരിഗ്ലിസാർ. അക്ഷരം ഒന്ന് പറയാമോ? NERIGLISER. അടുത്ത രാജാവിന്റെ പേര് ലാബ്രോസാർച്ചാഡ്. മലയാളത്തിൽ എഴുതിയാൽ മതി. ലാബ്രോ അല്ല, ലാബ്രോ സാർച്ചാഡ്. ലാബ്രോ സാർച്ചാഡ്. അടുത്ത ആള് നെബോനിഡസ്. എന്നിൽ ആരംഭിക്കുന്നു കേട്ടോ. നെബോനിഡസ്. അവസാനത്തെ രാജാവ് നമുക്കറിയാം, ബെൽഷസർ. ബെൽഷസർ. അപ്പം നെബൂഖദ്നേസർ, ഏവിൽ മോരെദേക്ക്, നെരിഗ്ലിസാർ, ലാബ്രോ സാർച്ചാഡ്, നെബോനിഡസ്, ബെൽഷസർ. അങ്ങനെ 6 രാജാക്കന്മാരാണ് ബാബിലോണിനെ ഭരിക്കുവാനായിട്ടിടയായതായ രാജാക്കന്മാർ. ഒരു കാര്യം കൂടെ ഓർക്കണം. ബാബിലോണിനെ സംബന്ധിച്ച് ദാനിയേൽ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് കൂടാതെ ഇരമ്യാവും യഹസ്കേലും ഒക്കെ ബാബിലോണിനെ സംബന്ധിച്ച് അവരുടെ പ്രവചനകാലത്ത് പ്രസ്താവിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം ഉയർത്തിയതായ ഒരു സാമ്രാജ്യമായിരുന്നു ഏത്? ഈ ജാതീയ സാമ്രാജ്യമായിരിക്കുന്ന ബാബിലോൺ സാമ്രാജ്യം. നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവം അറിയാതെ ഒരു സാമ്രാജ്യവും ലോകത്തിൽ ഉണ്ടായിരുന്നില്ല, ഇന്നും ഇല്ല. ദൈവമാണ് രാജാക്കന്മാരെ വാഴിക്കുകയും രാജാക്കന്മാരെ നിഷ്കാസനം ചെയ്യുന്നതും ദൈവമാണ്. ഭൂമിയിലുള്ളതായിരിക്കുന്ന ഓരോ രാഷ്ട്രങ്ങളെ കുറിച്ചും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം അറിയുന്നുണ്ട്. ഓരോ സാമ്രാജ്യങ്ങളെയും ഓരോ രാഷ്ട്രങ്ങളെയും ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം മാത്രമേ അത് നിലനിൽക്കത്തുള്ളൂ. ദൈവത്തിന്റെ പ്ലാനിലുള്ളവർ മാത്രമേ അതിനെ ഭരിക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവം അറിയാതെ ഒരു രാഷ്ട്രത്തിലും ആർക്കും ഭരണം നടത്തുവാൻ കഴിയത്തില്ല. നമ്മുടെ രാജ്യമായിരിക്കുന്ന ഇന്ത്യ രാജ്യത്തെക്കുറിച്ചും കൂടിയാണ് ഞാൻ പറഞ്ഞത്. ദൈവമാണ് ഓരോ രാജാക്കന്മാരെയും വാഴിക്കുകയും അവരെ നിഷ്കാസനം ചെയ്യുന്നതും ആരാണ്? നമ്മുടെ ദൈവമാണ്.
അങ്ങനെയാണെങ്കിൽ ബാബിലോൺ സാമ്രാജ്യം ഇത്രമാത്രം ഉയർത്തപ്പെടുമെന്നും ഈ പറയപ്പെട്ടതായിരിക്കുന്ന രാജാക്കന്മാർ അതിനെ ഭരിക്കുമെന്നൊക്കെ ദൈവത്തിന് അതേ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ പെട്ടവരാണ് ഈ രാജാക്കന്മാരെല്ലാവരും. എന്നാൽ ദൈവം ഇഷ്ടമുള്ളത് ചെയ്യുന്നവനാണ്. കാരണം ദൈവം സർവാധിപതിയായ ദൈവമാണ്. നമുക്ക് ഒരു കാരണവശാലും ദൈവത്തെ ചോദ്യം ചെയ്യുവാനുള്ള അവകാശമില്ല. അത് മനുഷ്യനോടുള്ള ബന്ധത്തിലായാലും ഒരു രാജ്യത്തോടുള്ള ബന്ധത്തിലായാലും ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിലായിരുന്നാലും ദൈവം എന്ത് ചെയ്യും? തനിക്കിഷ്ടമുള്ളതാണ് ദൈവം ചെയ്യുന്നത്. എന്തിനാണ് ദൈവം അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിപ്പാൻ മനുഷ്യരാകുന്ന നമുക്ക് അവകാശമില്ല. ഇനി ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിലും ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. എന്നാൽ നമുക്ക് വേദനയും നിരാശയും ഒക്കെ ഉളവാകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. അത് ദൈവം അറിയാതെ അല്ല. പക്ഷെ ഒരു കാര്യം, എന്തിനാ ദൈവമേ നീ ഇങ്ങനെ ചെയ്തതെന്ന് നമുക്കാർക്കും ദൈവത്തോട് ചോദിക്കുവാനുള്ള അവകാശമില്ല. കാരണം അത് ദൈവത്തിന്റെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, അതിൻ്റെ എല്ലാം പുറകിൽ ദൈവത്തിന് പദ്ധതികൾ ഉണ്ടെന്നുള്ള കാര്യം കൂടെ മറക്കരുത്. നമുക്കൊരു പക്ഷേ അത് മനസ്സിലാക്കുവാൻ താമസമെടുത്തെന്ന് വരാം. ദൈവം ഉദ്ദേശങ്ങൾ കൂടാതെ ഒന്നും ചെയ്യുന്ന ദൈവം അല്ല. അങ്ങനെയാണെങ്കിൽ തന്നെയും ബാബിലോണിനെ ദൈവം ന്യായം വിധിക്കുമെന്നും കൂടെ ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ നേരത്തെ അരുളി ചെയ്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ബാബിലോൺ ഉയർത്തപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നതുപോലെ ബാബിലോൺ ന്യായവിധിയിൽ അകപ്പെടുമെന്നും ദൈവം നേരത്തെ തന്നെ തന്റെ ദാസന്മാരിൽ കൂടെ അറിയിച്ചു. ബാബിലോണിന്റെ ന്യായവിധിയെ പറ്റി ചില വാക്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. നിങ്ങൾ ആ വാക്യങ്ങൾ അത് നോട്ട് ചെയ്തുകൊണ്ടാട്ടെ. യെശയ്യാവ് 13:17 മുതൽ 19 വരെ. യെശയ്യാവ് 13:17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ബാബിലോൺ സാമ്രാജ്യത്തിനെതിരെ മേദ്യരെ ദൈവം ഉണർത്തും, എഴുന്നേൽപ്പിക്കും, അതിനെ മറിച്ചു കളയും എന്ന് ദൈവം അരുളി ചെയ്യുവാനായിട്ടിടയായിട്ടുണ്ട്. അടുത്തത് യിരെമ്യാവ് 51:11 വാക്യത്തിലും 28 വാക്യത്തിലും ബാബിലോണിന്റെ ന്യായവിധിയെ സംബന്ധിച്ച് ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ നമുക്ക് അത്ഭുതം തോന്നുന്ന മറ്റൊരു കാര്യം, യെശയ്യാവ് 45 വായിച്ചാൽ, യെശയ്യാവിന്റെ പ്രവചനം 45 അധ്യായത്തിന്റെ 1 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ
കോരേശിനെ ദൈവം എഴുന്നേൽപ്പിക്കും എന്ന് ദൈവം അരുളിച്ചെയ്തു. ബാബിലോണിന്റെ ന്യായവിധി നടക്കുന്നതിന് മുൻപ് ഏതാണ്ട് 150 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം കോരേശിൽ കൂടെ അത് നിവർത്തിക്കുമെന്ന് ദൈവം അരുളിച്ചെയ്തു. നോക്കണേ, നമ്മുടെ ദൈവത്തിന്റെ മുൻനിർണയം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ബാബിലോണിന്റെ ന്യായവിധി നടക്കുന്ന സമയത്ത് കോരേശ് ആയിരിക്കും അത് നിവർത്തിക്കുന്നതെന്ന് കോരേശ് ജനിക്കുന്നതിന് മുൻപ് 150 വർഷത്തിനപ്പുറം യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളിച്ചെയ്തെന്ന്. അപ്പം അന്നേ ദൈവം ആരുടെ പേര് അറിഞ്ഞിരുന്നു? കോരേശിന്റെ പേര്. കോരേശ് അന്നില്ല. ഉണ്ടോ? നമ്മുടെ ദൈവം എത്ര ശക്തനാണെന്നൊന്ന് ഓർത്ത് നോക്കിക്കേ. ബാബിലോണിന്റെ ന്യായവിധി നടത്തുവാനായിട്ട് ദൈവം മേദ്യ രാജാവായിരിക്കുന്ന കോരേശിനെ ഉണർത്തുമെന്നും കോരേശിൽ കൂടിയാണ് ബാബേലിനെ ന്യായം വിധിക്കുന്നതെന്നും കോരേശ് ജനിക്കുന്നതിന് മുൻപ് ദൈവം ആ പേര് പോലും അറിഞ്ഞിരുന്നു കേട്ടോ. നമ്മുടെ ദൈവത്തിന്റെ ജ്ഞാനം ഒന്ന് ഓർത്ത് നോക്കിക്കേ. കോരേശിനെ സംബന്ധിച്ച് ദൈവം അറിഞ്ഞിരുന്നത് പോലെ നമ്മെക്കുറിച്ചും ദൈവം അറിഞ്ഞിരുന്നുവെന്ന് നമ്മൾ ഓർക്കണം കേട്ടോ. നമ്മള് എത്രാം വർഷത്തിൽ, എത്രാം മാസം, എത്രാം തീയതി ജനിക്കുമെന്ന് ദൈവത്തിന് അറിയായിരുന്നു. നമ്മൾ ജനിച്ചു കഴിഞ്ഞ നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ കണ്ടത് അല്ലേ? പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ പോലും ലോകത്തിലില്ലാതിരുന്ന കാലത്ത് നമ്മെ ദൈവം അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം എത്ര ജ്ഞാനമുള്ളവനാണ് അല്ലേ? നമ്മൾ ഏത് കുടുംബത്തിൽ ജനിക്കണം? നമ്മുടെ അമ്മയുടെ അപ്പന്റെ പേരെന്തായിരിക്കണം? നമ്മള് ഏത് രൂപത്തിൽ ജനിക്കണം? നമുക്ക് ഏത് പേര് വരും എന്ന് പോലും ആർക്കറിയാമായിരുന്നു? നമ്മുടെ ദൈവത്തിന് അറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ ജ്ഞാനദൃഷ്ടി ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കേണ്ടവരാ, ദൈവത്തിന് മഹത്വം അർപ്പിക്കേണ്ടവരാ. ബാബിലോണിന്റെ ന്യായവിധിയെ സംബന്ധിച്ച് നാം ദാനിയേൽ പ്രവചനം തന്നെ പഠിക്കുമ്പോൾ ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിലാണ് ബാബിലോണിന്റെ ന്യായവിധിയെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. 5-ാം അധ്യായം പഠിക്കുമ്പോൾ അത് പഠിക്കേണ്ട വിഷയമാണെങ്കിലും ഇത്തരണത്തിൽ ഞാൻ ആ ഭാഗം ഒന്ന് ഓർപ്പിച്ചിട്ട് മുൻപോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. അവസാനത്തെ രാജാവ് ആരായിരുന്നു? ബെൽസസർ. അത് നെബൂഖദ്നേസർ രാജാവിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കൊച്ചുമോനാ കേട്ടോ, ഒരു പേരക്കുട്ടിയാ. ആരുടെ? നെബൂഖദ്നേസർ രാജാവിന്റെ. അദ്ദേഹം രാജസ്ഥാനത്ത് വന്നു. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ അവസാന കാലഘട്ടത്തിലെ രാജാവായിട്ട് അദ്ദേഹം ഭരണത്തിൽ വരുവാനിടയായി. ആ കൊച്ചുമോന് തോന്നി ഒരു വലിയ വിരുന്ന് നടത്തിക്കളയാം. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൽ ആ ഭാഗം പറഞ്ഞിട്ടുണ്ട്. ആ കാലങ്ങളിൽ ഉള്ളതായിരിക്കുന്ന രാജാക്കന്മാരൊക്കെ അങ്ങനെ വിരുന്ന് നടത്താറുണ്ട്. എന്താന്ന് ചോദിച്ചാൽ തൻ്റെ പ്രൗഢിയും പ്രതാപവും മറ്റ് രാജ്യക്കാരൊക്കെ അറിയണം. തൻ്റെ സാമ്പത്തിക ശേഷി, തൻ്റെ പ്രതാപം, തൻ്റെ ദാസന്മാരെ കുറിച്ചൊക്കെ മറ്റ് രാജാക്കന്മാരും രാജ്യത്തിലുള്ളവരൊക്കെ ഒന്ന് അറിയണം. അങ്ങനെ രാജാവിന് തോന്നി ഒരു വിരുന്ന് നടത്തണമെന്ന്.
എത്ര പേർക്ക്? 1000 പേർക്ക്. നമ്മൾ 5-ാം അധ്യായം പഠിക്കുമ്പോൾ അത് കാണാൻ കഴിയും. ഇങ്ങനെ വിരുന്ന് നടത്തുവെന്ന് നേരത്തെ ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടോ. യിരെമ്യാ പ്രവചനം 51-ാം അധ്യായം 39-ാം വാക്യത്തിലും 57-ാം വാക്യത്തിലും ദൈവം മുമ്പേ പറഞ്ഞു ഇങ്ങനെ ഒരു വിരുന്ന് നടക്കും. ഒരു കാര്യം കൂടെ ഓർത്തോണേ, ദൈവം പറഞ്ഞത് അതുപോലെ തന്നെ നടക്കും കേട്ടോ. ദൈവം ഒരു കാര്യം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൃത്യസമയത്ത് അത് നടക്കുമെന്ന് നമ്മളും കൂടെ ഇന്ന് രാത്രി അറിയണം കേട്ടോ. മനുഷ്യൻ വാക്ക് പറഞ്ഞിട്ട് ചിലപ്പോൾ മാറിപ്പോകും, മറന്നുപോകും. പക്ഷേ നമ്മുടെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ആ കൃത്യസമയത്ത് ദൈവം അത് നിവർത്തിക്കുന്ന ദൈവമാണ്. നോക്കിക്കേ, ഇങ്ങനൊരു വിരുന്ന് നടക്കും എന്ന് ദൈവം യിരെമ്യാവിൽ കൂടെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്ത് സംഭവിച്ചു? വിരുന്ന് നടക്കുവാനായിട്ടിടയായി. ആ വിരുന്ന് നടന്നതായ രാത്രിയിലാണ് എന്ത് സംഭവിച്ചത്? മേദ്യ രാജാവായിരിക്കുന്ന കോരേഷ്, മേദ്യ രാജ്യം ഭരിച്ചതായിരിക്കുന്ന രാജാക്കന്മാർ പലരുണ്ട്. അതിൽ പ്രധാനികളായിരുന്നു കോരേഷും പിന്നെ ദാര്യാവേശും. കോരേഷും ദാര്യാവേശും. അങ്ങനെ ദാര്യാവേശ് അന്ന് രാത്രി എന്ത് ചെയ്തെന്നറിയാമോ? ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, പട്ടണത്തിന്റെ വെളിയിൽ കിടങ്ങ് കുഴിച്ച്, ആഴത്തിൽ കിടങ്ങ് കുഴിച്ച് യൂഫ്രട്ടീസ് നദിയിൽ വെള്ളം നിറച്ചതാ. അതിനകത്ത് ആരിലും വീണാൽ മുങ്ങി ചത്തുപോകും. മാത്രമല്ല അടുത്ത മതില് ആർക്കും കീഴടക്കാൻ കഴിയത്തില്ല. പക്ഷെ അന്ന് രാത്രി എന്ത് സംഭവിച്ചെന്നറിയാമോ? ദാര്യാവേശും സൈന്യവും കൂടെ വന്ന്, ഇവരറിയുന്നില്ല, ബെൽസസറും ബാബിലോണിലുള്ളവരും അറിയുന്നില്ല. യൂഫ്രട്ടീസ് നദിയുടെ മുകൾ ഭാഗത്ത് വലിയ ചിറ കെട്ടി യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം തിരിച്ചുവിട്ടു. വെള്ളം തിരിച്ചുവിട്ടു. അത് മുഖാന്തരം കിടങ്ങിലെ വെള്ളം ഒഴുകിപ്പോയി, വറ്റിപ്പോയി. ഇങ്ങനെ കിടങ്ങിലെ വെള്ളം വറ്റുവെന്ന് പോലും ദൈവം തമ്പുരാൻ നേരത്തെ തൻ്റെ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തു കേട്ടോ. നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ പിന്നീട് വായിച്ചോണം. യെശയ്യാവ് 44:27. യെശയ്യാവിൽ കൂടെ ദൈവം നേരത്തെ പറഞ്ഞു, നദിയെ ദൈവം വറ്റിച്ചു കളയും. അതുപോലെ തന്നെ ബെൽസസർ വിരുന്ന് നടത്തിയ രാത്രിയിൽ ബാബിലോൺ പട്ടണത്തെ പിടിച്ചടക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചതായിരിക്കുന്ന ദാര്യാവേശും അഥവാ മേദ്യ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കുന്ന ദാര്യാവേശും പടയാളികളും കൂടെ കടന്നു വന്ന് അവര് യൂഫ്രട്ടീസ് നദിയിലൊരു ചിറ ഉണ്ടാക്കി വെള്ളം വേറെ വഴിയായി തിരിച്ചുവിട്ടു. അതുകൊണ്ട് ഈ കിടങ്ങിലെ വെള്ളം ഊറിപ്പോയി, അത് വറ്റുവാനിടയായി. അങ്ങനെ ആ വറ്റിപ്പോയ കിടങ്ങിലൂടെ അവര് ഈ പട്ടണത്തിൽ പ്രവേശിപ്പാനായിട്ട് ഇടയായി. പക്ഷേ ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, പട്ടണത്തിൽ നിന്ന് യൂഫ്രട്ടീസ് നദിയിലേക്ക് ഇറങ്ങുവാനായിട്ട് പിച്ചള
കതക് വെച്ച് അതിനെ അടയ്ക്കുകയും സ്റ്റെപ്പുകൾ ഉണ്ടാക്കി അങ്ങനെ നദിയിലേക്ക് ഇറങ്ങത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ സംഭവിച്ച എന്നാന്നറിയാമോ? ഈ വിരുന്നിന്റെ ലഹരിയിൽ എല്ലാവരും ആയിത്തീർന്നത് കൊണ്ട് അന്ന് രാത്രി ഈ വാതിൽ അടയ്ക്കാൻ മറന്നുപോയി. നോക്കണേ, ദൈവം തമ്പുരാൻ ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ മുഖാന്തരങ്ങൾ തന്നെത്താൻ ഒരുങ്ങിക്കോളും കേട്ടോ. നമ്മളൊന്നും ഒരുക്കാൻ പോകണ്ട. അന്ന് രാത്രി വാതിൽ അടച്ചില്ലെന്ന്. അങ്ങനെ അടയ്ക്കാതെ വാതിൽ കിടന്നത് നിമിത്തം ആ വാതിൽ വഴിയായിട്ട് ദാര്യാവേശും പടയാളികളും എവിടെ കയറി? പട്ടണത്തിനകത്ത് പ്രവേശിച്ചു. അന്ന് രാത്രി ബെൽഷസ്സർ കൊല്ലപ്പെട്ടു. അങ്ങനെ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ഭരണകാലം തീർന്ന് മേദ്യ പാർസ്യ സാമ്രാജ്യം നിലവിൽ വരുവാനായിട്ട് ഇടയായി. ഉണ്ടോ? ഞാൻ അതാ പറഞ്ഞത്, ദൈവം ഒരു രാജാവിനെ വാഴിക്കുകയും ആ രാജാവിനെ ദൈവം നിഷ്കാസനം ചെയ്യുകയും ചെയ്യുന്ന ദൈവമാണ്. അത് കർത്താവിന്റെ വരവ് വരെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഒരു രാജാവ് വരും, ആ രാജാവ് മാറും, വേറൊരു രാജാവ് വരും, അദ്ദേഹം മാറും. ഇത് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നുവരെ? കർത്താവ് രാജാവായി വരുന്നത് വരെ. കേട്ടോ? അങ്ങനെ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ന്യായവിധി നടന്നു. അങ്ങനെ ബാബിലോൺ സാമ്രാജ്യം അസ്തമിച്ചു. അടുത്തതായിട്ട് മേദ്യ പാർസ്യ സാമ്രാജ്യം നിലവിൽ വരുവാനായിട്ടിടയായി. അടുത്തതാണ് വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈകളും. നമ്മൾ ഇതുവരെ ബിംബത്തിന്റെ ഒന്നാം ഭാഗമായ തങ്കം കൊണ്ടുള്ളതായിരിക്കുന്ന തല, അത് ബാബിലോൺ സാമ്രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള ബന്ധത്തിലാണ് ഇതുവരെയും ചിന്തിച്ചു കൊണ്ടിരുന്നത്. അടുത്ത രണ്ടാം ഭാഗം, ബിംബത്തിന്റെ രണ്ടാം ഭാഗം. വാസ്തവത്തിൽ ഈ ക്ലാസ് ഒക്കെ ചാർട്ട് ഇട്ട് പഠിപ്പിക്കേണ്ടതാണ്. ചാർട്ട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിപ്പോ എൻ്റെ കയ്യിൽ ഇരിക്കുകയല്ലാതെ നിങ്ങളെ കാണിക്കാൻ ഒരു നിവൃത്തിയില്ല. ചാർട്ട് ഇട്ട് ഇങ്ങനെ ഒരു വടി കൊണ്ടൊക്കെ തൊട്ട് ഓരോ ഭാഗങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് പഠിപ്പിക്കേണ്ട ഭാഗങ്ങളായി. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ ചൂണ്ടുമല്ലാതെ ഒരു രക്ഷയില്ല. എന്നിരുന്നാലും ബിംബത്തിന്റെ രണ്ടാം ഭാഗം വെള്ളി കൊണ്ടുള്ളതായ നെഞ്ചും കൈകളും ഏത് സാമ്രാജ്യം? മേദ്യ പാർസ്യ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നു. മേദ്യ പാർസ്യ സാമ്രാജ്യത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 538 മുതൽ BC 330 വരെയുള്ള കാലഘട്ടമാണ്. BC 538 മുതൽ BC 330 വരെയുള്ള കാലഘട്ടം. ഞാൻ പറഞ്ഞല്ലോ, മേദ്യ പാർസ്യ സാമ്രാജ്യത്തിന്റെ ശക്തന്മാരായ ഭരണാധികാരികളായിരുന്നു ദാര്യാവേശും കോരേശും. കോരേശിനെ സംബന്ധിച്ച് താൻ ജനിക്കുന്നതിന് മുൻപ്
150 വർഷങ്ങൾക്കപ്പുറം ദൈവം കോരേശിന്റെ പേര് വരെ പ്രസ്താവിച്ചു. കോരേശന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്ന് യെശയ്യാപ്രവചനം 45-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കോരേശിനെ കുറിച്ച് ദൈവം ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ പറയാം. ജാതീയ രാജാവാണെങ്കിലും ഈ രാജാവിനെ കൊണ്ട് ദൈവം ചില കാര്യങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിച്ചിരുന്നു. എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന്, യെരൂശലേം പട്ടണത്തെ പണിയുക, ആലയത്തിന് അടിസ്ഥാനമിടുക. നെബൂഖദ്നേസർ രാജാവ് ആലയത്തെ നശിപ്പിച്ചു കളഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ജാതി രാജാവായ കോരേശ് മുഖാന്തരം അത് ദൈവം പണിയുവാനായിട്ട് തീരുമാനിച്ചു. ആ ദൈവം ഉദ്ദേശിക്കുന്നവരെ കൊണ്ട് ദൈവം തന്റെ കാര്യങ്ങൾ നിവർത്തിക്കും. കോരേശിനെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇസ്രായേലിനെ അടിമത്വത്തിൽ നിന്ന് വിട്ടയക്കുക, പ്രവാസത്തിൽ നിന്ന് വിട്ടയക്കുക. ബാബിലോണിൽ പ്രവാസികളായി 70 വർഷം പാർത്തതായിരിക്കുന്ന ജനത്തെ വിട്ടയക്കുവാനായിട്ട് ദൈവം ആരെയാണ് ഉപയോഗിച്ചത്? കോരേശിനെയാണ് ദൈവം ഉദ്ദേശിച്ചത്. മൂന്ന്, ബാബിലോൺ സാമ്രാജ്യത്തെ കീഴടക്കുക. അപ്പോൾ ബാബിലോൺ സാമ്രാജ്യ അസ്തമന ശേഷം രണ്ടാമത് വന്ന സാമ്രാജ്യമായിരുന്നു മേദ്യ പാർസ്യ സാമ്രാജ്യം. അതാണ് ബിംബത്തിന്റെ രണ്ടാം ഭാഗമായിരിക്കുന്ന വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈകളെയും സൂചിപ്പിക്കുന്നു. ഒരു കാര്യം ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ഭരണം ഏകാധിപത്യ ഭരണമായിരുന്നു. എന്നാൽ മേദ്യ പാർസ്യ സാമ്രാജ്യത്തിന്റെ ഭരണം പ്രഭു സമിതിയായിരുന്നു. ബാബിലോണിന്റെ ചക്രവർത്തിമാർ ഏകാധിപത്യ ഭരണം നടത്തിയപ്പോൾ മേദ്യ പാർസ്യ സാമ്രാജ്യത്തിന്റെ ഭരണം എങ്ങനെയുള്ളതായിരുന്നു? പ്രഭു സമിതിയായി എന്ന് പറഞ്ഞാൽ രാജാവിന് താഴെ പ്രഭുക്കന്മാരുണ്ടായിരുന്നു. അവരും കൂടെ ആലോചിച്ചാണ് ഭരണം നടത്തിയിരുന്നത്. മറ്റൊരു കാര്യം ഇതിനുള്ള ബന്ധത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, മേദ്യ പാർസ്യ കാലയളവുകളിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ, വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ മേദ്യ പാർസ്യ കാലയളവിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് പറയാം, ഏതൊക്കെയാണെന്ന് പറയാം. മേദ്യ പാർസ്യ സാമ്രാജ്യത്തിന്റെ കാലഘട്ടം BC 538 മുതൽ BC 330 വരെ. ഈ കാലഘട്ടത്തിൽ എഴുതിയതായ പുസ്തകങ്ങളുടെ പേര് പറയാം. എസ്ര, നെഹമ്യാവ്, എസ്തേർ, ഹഗായി, ശകരിയാവ്, മലാഖി. എസ്ര, നെഹമ്യാവ്, എസ്തേർ, അടുത്തത് ഹഗായി, ശകരിയാവ്, മലാഖി.
അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്ന് നാം അറിയേണ്ട പല കാര്യങ്ങൾ ചിന്തിച്ചുവെങ്കിലും നമുക്ക് ആത്മീയമായി മനസ്സിലാക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ജാതി രാജാക്കന്മാർ ഭരിച്ചതായിരിക്കുന്ന ലൗകിക സാമ്രാജ്യങ്ങളെ പോലും ദൈവം അറിഞ്ഞിട്ടാണ് അതിനെ ഭരിക്കുവാനായിട്ടിടയായതെങ്കിൽ ഈ കാലഘട്ടങ്ങളിലും ദൈവം അറിയാതെ ഒരു ഭരണകൂടവും ലോകത്തിൽ ഇല്ല. നമ്മുടെ ഓരോ ദിവസത്തെ ന്യൂസുകളിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ യുദ്ധങ്ങളെക്കുറിച്ചും മരണങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ചെവികളിൽ വാർത്ത എത്തിക്കൊണ്ടിരിക്കുക. ഇതൊന്നും ദൈവം അറിയില്ലെന്ന് ആരും ചിന്തിക്കരുത് കേട്ടോ. എല്ലാം ദൈവം അറിയുന്നുണ്ട്. ഇതിനകത്തെല്ലാം ദൈവത്തിന് ചില പദ്ധതികളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിന്റെ ഒലിവുമല പ്രഭാഷണം മത്തായി 24, ലൂക്കോസ് 20, മർക്കോസ് 13 ഈ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ എന്തായിരിക്കുമെന്ന് ശിഷ്യന്മാര് ഒലിവുമലയിലിരുന്ന് കർത്താവിനോട് ചോദിച്ചു. ലോകാവസാനത്തിന്റെയും ലക്ഷണങ്ങൾ എന്ത്? ലോകാവസാനം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നെങ്കിലും യുഗാവസാനം, യുഗാന്ത്യം എന്നാണ് അതിന്റെ ശരിയായ പരിഭാഷ. അങ്ങനെ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ആ ലക്ഷണങ്ങളിൽ വളരെ പ്രാധാന്യമേറിയ ഒരു ലക്ഷണമാണ് യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും നിങ്ങൾ കേൾക്കും. ഒരു കാര്യം ഇന്ന് രാത്രി ഓർക്കട്ടെ, യുദ്ധങ്ങൾ നടക്കണം. അത് കർത്താവിന്റെ പറഞ്ഞതായിരിക്കുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ്. നാം പാർക്കുന്നതായ ഇന്നത്തെ ജാതീയ ലോകം എപ്രകാരമായിരിക്കും എന്ന് കർത്താവ് പറയുവാനിടയായി. അതിൽ വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് രാജ്യം രാജ്യങ്ങളോട് എതിർക്കും, യുദ്ധമുണ്ടാകും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി